Hey guys, welcome to D Vlogs. ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കുറേ അതിലൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നിപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ, 3 മണി കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു വൈകിട്ട് നമുക്ക് ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്നലെ പുറത്തു പോയപ്പോൾ ബ്രെഡും ചിക്കനൊക്കെ വാങ്ങിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ എന്ന്. നാളെ എൻ്റെ ചേച്ചി കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കണ്ടിരുന്നേ. അപ്പോഴേ എനിക്കൊരു കൊതി വന്നത് കട്ട്ലറ്റ് ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അപ്പം ഇന്ന് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എന്നാൽ നമുക്കൊരു ട്രൈ നോക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. എൻ്റെ അമ്മ നല്ലോണം ഉണ്ടാക്കും കട്ട്ലറ്റ്, അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. പിന്നെ അച്ചേച്ചി ഉണ്ടാക്കിയത് ഞാൻ ഇതുവരെ കഴിച്ചില്ല തോന്നുന്നു, ഞാനുള്ളപ്പോൾ അവൾ ഉണ്ടാക്കിയില്ല തോന്നേ. അപ്പം ഞാൻ എന്തായാലും ഇന്നൊരു ട്രൈ നോക്കാമെന്ന് വിചാരിച്ചു. അശി വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കാം. ശരി, 4-5 മണീൻ്റെ ഉള്ളിൽ വരും. ഇപ്പം 3 മണി കഴിഞ്ഞു. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയിട്ട് കട്ട്ലറ്റ് ഉണ്ടായി. ഞാൻ ഇപ്പോൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് സമയമായിട്ടേ ഉള്ളൂ. ഇരുന്നാൽ അവിടെ ഇരുന്ന് പോവും. അതുകൊണ്ട് നേരെ ഉണ്ടാക്കാൻ തന്നെ പോവാം. കുളിയൊക്കെ കഴിച്ചതാണ് കേട്ടോ. ഞാനിപ്പോഴാണ് തലേന്ന് കെട്ടഴിച്ചത്, അതുകൊണ്ട് മുടി ഇങ്ങനെ നനഞ്ഞിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങുന്നുമില്ല. എൻ്റെ മുടി അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നൊരു ടൈപ്പാണേ. ബട്ട് ഇപ്പോൾ തണുപ്പായതുകൊണ്ട് സ്ലോ ആണ്. അപ്പോൾ മുടി ഉണങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടി വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി കുക്കിംഗ് തുടങ്ങിയാലോ. കം ഓൺ ഗൈസ്. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി നോക്കിയപ്പോൾ അമ്മ അവിടെ എന്തോ ഒരു പരിപാടിയിലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇൻട്രോ എടുക്കുന്ന സമയത്ത് അമ്മ ഈ വേവിച്ച് വെക്കാനുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് കുക്കറിലൊന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടേ. ഞാൻ അതിന് മുന്നേ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണെങ്കിൽ നല്ല ഐസായിട്ടിരിക്കുവാണ്, ഒന്നും ആയിട്ടില്ല, അതേപോലെ ഐസായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചൂടുവെള്ളത്തിലിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ നിന്ന് ആകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാനുള്ളതൊക്കെ ചെയ്ത് വെക്കാം, അപ്പോഴേക്കും ചിക്കൻ ആവും എന്നുള്ളൊരു പ്രതീക്ഷ. അങ്ങനെ ഞാൻ ഒനിയനൊക്കെ എടുത്തു. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾസായിട്ട് ഒനിയനും പിന്നെ പൊട്ടറ്റോ ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ബീട്രൂട്ട് ഇവിടെ ഇല്ലായിരുന്നു ഗൈസ്. സംഭവം ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്നതൊന്നുമല്ല, അതുകൊണ്ടാണ് ബീട്രൂട്ടൊന്നും ഇല്ലാണ്ടായിപ്പോയത്. ഇല്ലെങ്കിൽ ഞാൻ അതൊക്കെ വാങ്ങി വെച്ചേനെ. അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ ഉള്ളതൊക്കെ വെച്ചങ്ങോട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കാം. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ. നമുക്ക് സ്മാഷ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ക്യാരറ്റ് ഒരു പീസ് എടുത്തിട്ടുള്ളൂ, ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ പൊട്ടറ്റോ ഒരു 4 എടുത്തിട്ടുണ്ട്. ഇത് എത്ര അളവെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഊഹാപോഹം വെച്ച് അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അങ്ങെടുത്തതാണ്. അപ്പോഴത്തേക്കും ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 പീസ്, ഒരു ഡ്രസ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മതിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വേവാനുള്ളൊരു ഇതിൽ കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തു. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് സമയം അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് റെസിപ്പിയൊക്കെ നേരത്തെ ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് ചിക്കൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാമെന്നായിരുന്നു. ബട്ട് അമ്മ അങ്ങനെയല്ല ചെയ്യാറ് എന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ അപ്പം കാണിച്ചു തരാം. അപ്പം ഞാൻ നമ്മുടെ വെജിറ്റബിൾസ് പൊട്ടറ്റോ അതൊക്കെ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സ്പൂണൊക്കെ വെച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അതാണെങ്കിൽ നല്ല പണിയായിരുന്നു കേട്ടോ. എൻ്റെ കൈ കഴച്ച് എൻ്റെ അമ്മ ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ നല്ലോണം സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നത് സ്റ്റൗവിൻ്റെ മൂട്ടിൽ നിന്നിട്ട് എൻ്റെ മുടിക്ക് തീ പിടിക്കുന്നൊന്നും ഇല്ലല്ലോ എന്നാണ്. ബ്രെഡൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇപ്പം ഞാൻ എന്താ ചിക്കൻ വേവിക്കുകയാണ്. ചിക്കൻ വേവിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊക്കെ എന്താവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല, കാരണം ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്, എന്നാലും കുറേ ആയില്ലേ. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെക്കാം. അതിൻ്റെ ആ ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ അധികം ഫൈനൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം.
അപ്പോൾ അശ്വി വരുമ്പോൾ ഞെട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇനി അശ്വി വരുമ്പോഴത്തേക്ക് തീരുമെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഒന്നാമത് നമ്മൾ എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിലും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്, സ്റ്റാൻഡ് പൊന്തി ചിലപ്പോൾ ഹൈറ്റ് കൂട്ടേണ്ടി വരും, കുറയ്ക്കേണ്ടി വരും, ക്യാമറ അങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിക്കണം, എല്ലാം ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സമയം കൂടുതൽ എന്തായാലും എടുക്കും. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേവിച്ച ചിക്കനൊക്കെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ മെയിനായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ എരിവിനനുസരിച്ചുള്ള കുരുമുളകും പച്ചമുളകും കേട്ടോ. പച്ചമുളകൊക്കെ നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി വേറെ മസാലയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇത് എന്തായിരുന്നു ഗരം മസാല അതും കുറച്ചിട്ടിട്ടുണ്ട്. വേറെ മസാല മുളക് പൊടി അങ്ങനത്തെ മസാലയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ എന്നിട്ടിതാ നമ്മുടെ മസാല ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വാടി വന്ന സമയത്ത് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും ക്യാരറ്റും ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യലും ഒരു പണിയായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഒന്ന് തണിഞ്ഞ് വരണമല്ലോ, തണിഞ്ഞാലേ നമുക്ക് കയ്യിൽ വെച്ച് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കി നമുക്ക് പൊരിച്ചെടുക്കണമല്ലോ. അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തണിയാനായിട്ട്. അശ്വി ഏതാണ്ട് വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് വിചാരിച്ച സമയത്ത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ മുട്ട എടുക്കുന്നുണ്ട്. 2 മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത്. 2 മുട്ടയുടെ വെള്ള വേണോ എനിക്കറിയില്ല, ഞാൻ പിന്നെ കുറഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് 2 മുട്ടയുടെ വെള്ളം എടുക്കുന്നുണ്ട്. മേലെ മാത്രം ചെറിയൊരു ഓട്ട കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വൈറ്റൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ അശ്വി എത്തി. കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ അശ്വി വരുന്നതിന് മുന്നേ തന്നെ ആവുമായിരുന്നു കേട്ടോ. അമ്മയും അപ്പോഴത്തേക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് വറുത്തെടുക്കാൻ ഒരാളെന്തായാലും വേണം. അപ്പോൾ ഞാനിങ്ങനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി ഇട്ട് കൊടുക്കും, അമ്മ അത് വറുത്ത് കോരിയെടുക്കും. അപ്പോഴാണ് അശ്വി വന്നത്. എന്തായാലും കുറച്ച് സമയം ഒന്ന് ലേറ്റായി. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല എടുത്ത് വട്ടത്തിലൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഏതൊക്കെയോ ഷേപ്പൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കി അത് എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നല്ലോണം ഒരു കോട്ടിങ്ങൊക്കെ കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് എന്നിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. സിമ്പിളാണ്, പക്ഷേ നല്ല ടൈം എടുക്കുന്നുണ്ട്. എനിക്കറിയില്ല ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതുകൊണ്ടാണോ എന്ന്, ചിലപ്പോൾ ആയിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഷൂട്ടിങ് എല്ലാം കൊണ്ടായിരിക്കാം കുറച്ച് ടൈം അധികം എടുത്തത്. ആലോചിക്കുമ്പം പെട്ടെന്ന് കഴിയും കേട്ടോ, സിമ്പിളാണ്. പിന്നെ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവാൻ നമ്മളുണ്ടാക്കും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അതുപോലെ ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഫൈനൽ റിസൾട്ട് ഒരാളെ കൊണ്ട് പറയിപ്പിക്കാം. അപ്പോൾ കട്ട്ലറ്റൊക്കെ റെഡിയായി. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അശ്വിക്ക് തന്നെ കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയിപ്പിക്കാം. കട്ട്ലറ്റ് ടേസ്റ്റ് ചെയ്ത് അശ്വി ഫ്ലാറ്റായി ഗൈസ്. നിങ്ങൾക്ക് എക്സ്പ്രഷൻ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചതാണ് ഇത് കട്ട്ലറ്റ് ആവോ ഇടേന്ന്. എന്തായാലും കഴിച്ചിട്ട് അശ്വിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചു നോക്കി, എനിക്കും ഇഷ്ടമായി കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു അടിപൊളിയാണെന്ന്. എനിക്ക് വയ്യ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ സക്സസ് ആയി. ഞാൻ അതിൻ്റെ ത്രില്ലിലാണ്, സന്തോഷത്തിലാണ്. പിന്നെ എനിക്ക് കുറച്ചൊരു പൊടിക്ക് ഉപ്പ് കൂടിയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് എന്തായാലും ബാക്കിയൊക്കെ സെറ്റായിട്ടുണ്ട്. കട്ട്ലറ്റൊക്കെ ഒറ്റയടിക്ക് തീരുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു എൻ്റെത് കൂടെ അശ്വി തന്നെയാണ് കഴിച്ചത്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, സംഭവം അടിപൊളിയാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.